PSC അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2021 ഏപ്രിൽ 15 PSC ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളാണ്. ജനുവരി 1 മുതലുള്ള ക്ലാസ് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഞാനത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. PSC ബുള്ളറ്റിൻ 2021 ജനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ പോയി കാണണേ. അപ്പോൾ ഏപ്രിൽ 15 വരെ നമ്മൾ ഈ ക്ലാസ്സും കൂടെ ആകുമ്പോൾ കംപ്ലീറ്റ് ചെയ്തേ. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓഡിയോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. PSC ബുള്ളറ്റിൻ 10,000 GK 30 വർഷത്തെ വിവിധ PSC പരീക്ഷകളിൽ ആവർത്തിച്ചവ ഉൾപ്പെടെയുള്ള പൊതുവിജ്ഞാന ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഓഡിയോ ക്ലാസ് ഞാൻ ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും. ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ ഓഡിയോയ്ക്കും കൂടെ കൂടി ഫീസ് 200 രൂപയാണ്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 85 89 945 981 എന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇടുക കേട്ടോ. ഏത് രീതിയിലാണ് ക്ലാസ് തരുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. കറണ്ട് അഫയേഴ്സിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ തൊട്ട് താഴെ ഞാൻ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നതെന്നുള്ള ലിങ്ക് കൊടുക്കാവേ. ആ ക്ലാസ് കേട്ടിട്ട് പ്രയോജനമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടുക കേട്ടോ. ആ രീതിയിലാണ് ക്ലാസ് ഫുള്ള് തരുന്നത്. ഓക്കെ, ഫുൾ ഓഡിയോയ്ക്കും കൂടെ കൂടി 10,000 GK ഫുൾ ഓഡിയോ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരും. അപ്പോൾ അതിന് ഫീസ് 200 രൂപയാണ്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ പറഞ്ഞ നമ്പറിലൊന്ന് മെസ്സേജ് ഇടേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് വരാൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2019 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ചലച്ചിത്ര നടനാണ് രജനീകാന്ത്. 51ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് രജനീകാന്ത്. മീറ്റ് ഇൻ ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യയെ ഒരു വേൾഡ് ക്ലാസ് MICE, അതായത് മീറ്റിംഗ്സ്, ഇൻസെൻറ്റീവ്സ്, കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻസ് ഡെസ്റ്റിനേഷൻ ആക്കുന്നതിന് കേന്ദ്ര ടൂറിസം മന്ത്രാലയം ക്യാമ്പയിൻ ആരംഭിച്ചു. മീറ്റ് ഇൻ ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യയെ ഒരു വേൾഡ് ക്ലാസ് MICE, അതായത് ഇതിൻ്റെ ഫുൾ ഫോം മീറ്റിംഗ്സ്, ഇൻസെൻറ്റീവ്സ്, കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻ ഡെസ്റ്റിനേഷൻ ആക്കുന്നതിന് കേന്ദ്ര ടൂറിസം മന്ത്രാലയം ക്യാമ്പയിൻ ആരംഭിച്ചു. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയേ. 2021 മാർച്ചിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന് നാക്കാദുബ സിൻഹള രാമസ്വാമി സദാശിവൻ എന്ന് നാമകരണം ചെയ്തു. നാക്കാദുബ സിൻഹള രാമസ്വാമി സദാശിവൻ എന്ന് നാമകരണം ചെയ്തു. 2021 മാർച്ചിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭമാണ് ഏത്? നാക്കാദുബ സിൻഹള രാമസ്വാമി സദാശിവൻ എന്ന് നാമകരണം ചെയ്തു. ഓക്കെ, ചലച്ചിത്ര സംവിധായകൻ TS സുരേഷ് ബാബു 2021 പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായി. ചലച്ചിത്ര സംവിധായകൻ TS സുരേഷ് ബാബു 2021 പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായി. അപ്പോൾ 2021 പ്രേം നസീർ പുരസ്കാരം കിട്ടിയത് TS സുരേഷ് ബാബു. ചൈനയുമായി സഹകരിച്ച് UAE ഹയാത്ത് വാക്സിൻ എന്ന പേരിൽ കോവിഡ് വാക്സിൻ നിർമ്മിക്കും. കോവിഡ് വാക്സിൻ നിർമ്മിക്കുന്ന ആദ്യത്തെ അറബ് രാജ്യമാണ് UAE. അവിടെ പോയിന്റ് അറിഞ്ഞിരിക്കുക. കോവിഡ് വാക്സിൻ നിർമ്മിക്കുന്ന ആദ്യ അറബ് രാജ്യം UAE. ആരുമായിട്ട് ചേർന്ന? ചൈനയുമായിട്ട് ചേർന്നാണ്. എന്താ പേര്? ഹയാത്ത് വാക്സ്. ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് ബ്രസീലിൽ 3 സേനാ വിഭാഗങ്ങളിലെയും തലവന്മാർ ഒരുമിച്ച് രാജിവെച്ചു. ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. അടുത്ത് നോക്കിക്കോ. രാജസ്ഥാനിൽ മുഖ്യമന്ത്രി ചിരഞ്ജീവി സ്വസ്ഥ്യ ബീമാ യോജന എന്ന പേരിൽ എല്ലാ കുടുംബങ്ങൾക്കും 5 ലക്ഷം രൂപയുടെ വാർഷിക ആരോഗ്യ ഇൻഷുറൻസ് ആരംഭിച്ചു. ഇതോടെ എല്ലാ പൗരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്താ? എല്ലാ പൗരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനം രാജസ്ഥാനാണ്. ആദ്യത്തെ സംസ്ഥാനം ഇപ്പോൾ ഏതാ? അത് മഹാരാഷ്ട്രയാണ്. എല്ലാ പൗരന്മാർക്കും ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം മഹാരാഷ്ട്ര, 2ാമത്തത് രാജസ്ഥാൻ. അടുത്തത്, വേൾഡ് ഇക്കണോമിക് ഫോറം തയ്യാറാക്കുന്ന ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 140ാം സ്ഥാനമാണ്. ഐസ്ലൻഡ് 1ാം സ്ഥാനം നേടി. അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും പിന്നിലുള്ള രാജ്യം. വേൾഡ് ഇക്കണോമിക് ഫോറം തയ്യാറാക്കുന്ന ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 140.
ഫസ്റ്റ് പൊസിഷൻ ഏതാ? ഐസ്ലൻഡാണ്. ഒടുവിൽ നിൽക്കുന്നത് അഫ്ഗാനിസ്ഥാൻ 156 സ്ഥാനം. ഹിമാചൽ പ്രദേശിൽ വജ്രപ്രഹാർ എന്ന പേരിൽ ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനികാഭ്യാസം നടന്നു. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? വജ്രപ്രഹാർ. അപ്പോൾ വജ്രപ്രഹാർ 2021 നടന്നത് എവിടെ? ഹിമാചൽ പ്രദേശിൽ. ഇമ്പോർട്ടൻ്റ് ആണിത് കേട്ടോ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം വജ്രപ്രഹാർ അതെവിടെ നടന്നു? 2021 ഹിമാചൽ പ്രദേശിൽ. പഞ്ചാബിൽ 2021 ഏപ്രിൽ 1 മുതൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചു. അപ്പം സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. 2021 ഏപ്രിൽ 1 മുതൽ. തജക്കിസ്ഥാനിലെ ദുഷാൻബെയിൽ നടന്ന ഹാർട്ട് ഓഫ് ഏഷ്യ മിനിസ്ട്രിയൽ കോൺഫറൻസിന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്തു. തജക്കിസ്ഥാനിൽ നടന്ന തജക്കിസ്ഥാനിലെ ദുഷാൻബെയിനിൽ നടന്ന ഹാർട്ട് ഓഫ് ഏഷ്യ മിനിസ്ട്രിയൽ കോൺഫറൻസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ആരാ പോയേ? ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ആരാണ്? എസ് ജയശങ്കർ പങ്കെടുത്തു. മിയാമി ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ഓസ്ട്രേലിയയുടെ ആഷ്ലി ബാർട്ടിക്കാണ് ലഭിച്ചത്. മിയാമി ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ആഷ്ലി ബാർട്ടിക്ക് കിട്ടി, ഓസ്ട്രേലിയയുടെ താരം. നീല LED കണ്ടുപിടുത്തത്തിന് നോബൽ പുരസ്കാരം നേടിയ ഗവേഷക സംഘത്തിലെ അംഗമായിരുന്ന ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ ഇസാമു അഗസാഗി അന്തരിച്ചു. അടുത്ത പോയിന്റ്, ചീഫ് ജസ്റ്റിസായി NV രമണ നിയമിതനാകും. ഇന്ത്യയുടെ 48ാമത്തെ ചീഫ് ജസ്റ്റിസാണ് NV രമണ. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ഇവിടെ ഒന്നുകൂടെ ഞാൻ വായിക്കാവേ. നീല LED കണ്ടുപിടുത്തത്തിന് നോബൽ പുരസ്കാരം നേടിയ ഗവേഷണ സംഘത്തിൽ അംഗമായിരുന്ന ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ ഇസാമു അഗസാക്കി അന്തരിച്ചു. അതുപോലെ ചോദിച്ചാലോ അല്ലേ? അത് ഞാൻ ഒന്നുകൂടെ വായിച്ചു കേട്ടോ. ചീഫ് ജസ്റ്റിസായി NV രമണ നിയമിതനാകും. ഇന്ത്യയുടെ 48ാമത്തെ ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ആരാ? NV രമണ. ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയുടെ ഭർത്താവും എഡിൻബറ പ്രഭുവുമായ ഫിലിപ്പ് രാജകുമാരൻ അന്തരിച്ചു. ജസ്റ്റ് ഒന്നറിഞ്ഞാൽ മതി. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ ഖാദി വ്യവസായ കമ്മീഷൻ ആരംഭിച്ച പദ്ധതി. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ ഖാദി വ്യവസായ കമ്മീഷൻ ആരംഭിച്ച പദ്ധതിയാണ് ആനയ്ക്കെതിരെ തേനീച്ച. ആനയ്ക്കെതിരെ തേനീച്ച. അപ്പോൾ ആനയ്ക്കെതിരെ തേനീച്ച എന്താ? ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആന ഇറങ്ങാതിരിക്കാനായിട്ട് ഖാദി വികസന കമ്മീഷൻ ആരംഭിച്ച പദ്ധതിയാണ് കേട്ടോ. അടുത്തത്, സിഡ്ബി ചെയർമാൻ എസ് രമൺ. സിഡ്ബിയുടെ ചെയർമാൻ ആരാണ്? എസ് രമൺ. കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച മാസ് വാക്സിനേഷൻ ഡ്രൈവാണ് ക്രഷിംഗ് ദ കർവ്. കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച മാസ് വാക്സിനേഷൻ ഡ്രൈവ് എന്താ? ക്രഷിംഗ് ദ കർവ്. ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറിയായി തരുൺ ബജാജും പുതിയ സാമ്പത്തികകാര്യ സെക്രട്ടറിയായി അജയ് സെയ്ത്തും നിയമിതരായി. അപ്പോൾ ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറി ആരാണ്? റവന്യൂ സെക്രട്ടറി തരുൺ ബജാജ്. സാമ്പത്തികകാര്യ സെക്രട്ടറി ആരാ? അജയ് സെയ്ത്ത്. സാമ്പത്തികകാര്യ സെക്രട്ടറി അജയ് സെയ്ത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷികാധിഷ്ഠിത സൗരോർജ്ജ പ്ലാന്റ് രാജസ്ഥാനിൽ നിലവിൽ വരും. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷികാധിഷ്ഠിത സൗരോർജ്ജ പ്ലാന്റ് രാജസ്ഥാനിലാണ് നിലവിൽ വരുന്നത്. ആമസോൺ മേധാവിയായ ജെഫ് ബസോസ് 2021 ഫോബ്സ് വേൾഡ് ബില്യണയർ ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത്. മലയാളികളിൽ 1ാം സ്ഥാനത്ത് MA യൂസഫ് അലിയാണ്. 2021 ഫോബ്സ് വേൾഡ്സ് ബില്യണയർ ലിസ്റ്റിൽ ഫസ്റ്റ് പൊസിഷൻ ആമസോണിൻ്റെ മേധാവി ജെഫ് ബസോസ് ആണ്. മലയാളി യൂസഫ് അലിയാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനില്ല എന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച രാജ്യമാണ് നോർത്ത് കൊറിയ. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചത് നോർത്ത് കൊറിയ. കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വീണപൂവ് ശതാബ്ദി പുരസ്കാരം G പ്രിയദർശൻ അർഹനായി. പുരസ്കാരം ആർക്ക് കിട്ടി? G പ്രിയദർശന്. 2021 ടോക്കിയോ ഒളിമ്പിക്സിന് ഇന്ത്യൻ വനിതാ തുഴച്ചിലിൽ താരമായ നേത്രകുമാരൻ
2021 ടോക്കിയോ ഒളിമ്പിക്സിന് ഇന്ത്യൻ വനിതാ തുഴച്ചിൽ താരമായ നേത്രകുമാരൻ ആദ്യമായി യോഗ്യത നേടി. നേത്രകുമാരൻ ഓക്കെ, വനിതയാണ് കേട്ടോ. BCCIയുടെ അഴിമതി വിരുദ്ധ യൂണിറ്റിൻ്റെ മേധാവിയായി ഷബീർ ഹുസൈൻ ഷെയ്ഖ് ആദം ഖണ്ഡുവാല നിയമിതനായി. BCCIയുടെ അഴിമതി വിരുദ്ധ യൂണിറ്റിൻ്റെ മേധാവി ഷബീർ ഹുസൈൻ. വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡന്റായി ന്യൂയൻ സുവാൻ ഫുക്കിനെയും പ്രധാനമന്ത്രിയായി ഫാം മിങ് ചിന്നിനെയും തെരഞ്ഞെടുത്തു. വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡന്റ് ആരാ? ന്യൂയൻ സുവാൻ ഫുക്ക്. ന്യൂയൻ സുവാൻ ഫുക്കാണ് വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡന്റ്. പ്രധാനമന്ത്രി ഫാം മിങ് ചിൻ. ഫാം മിങ് ചിൻ ഓർത്തു വെച്ചോണേ. കലിംഗരത്ന അവാർഡിന് വിശ്വഭൂഷൺ ഹരിചന്ദൻ അർഹനായി. കലിംഗരത്ന അവാർഡിന് വിശ്വഭൂഷൺ ഹരിചന്ദൻ അർഹനായി. കലിംഗരത്ന അവാർഡ് കിട്ടിയത് വിശ്വഭൂഷൺ ഹരിചന്ദന്. ലോകത്താദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള COVID-19 വാക്സിൻ രജിസ്റ്റർ ചെയ്ത രാജ്യമാണ് റഷ്യ. ലോകത്ത് ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള COVID-19 വാക്സിൻ രജിസ്റ്റർ ചെയ്ത രാജ്യം റഷ്യ. നാടക തിരക്കഥാകൃത്തും നടനും സംവിധായകനുമായ P. ബാലചന്ദ്രൻ അന്തരിച്ചു. P. ബാലചന്ദ്രൻ. മികച്ച പുതുമുഖ സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം മാത്തുക്കുട്ടി സേവ്യർക്ക് ലഭിച്ചു. മികച്ച പുതുമുഖ സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം മാത്തുക്കുട്ടി സേവ്യർക്ക് ലഭിച്ചു. അപ്പോൾ ഇത്രയാണ് ഇതിൽ 2021 ഏപ്രിൽ 15 കൊടുത്തിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളെ. ഈ വീഡിയോ പ്രയോജനപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തുടർ ക്ലാസ്സുകൾക്കായിട്ട് May 1 ഉടനെ തരാവേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്